ഹലോ ഗൈസ്, ആ വെള്ള ബസ്സിൽ വരുന്ന ആ കളിക്കൂട്ടത്തെ എതിർ ടീമിൻ്റെ ആരാധകക്കൂട്ടം കാണുന്നത് കാലൻ കയറുമായി വരുന്നത് പോലെയാണ്. ഒരു കണക്കിന് നോക്കിയാൽ അതാണ് ശരിയെന്ന് തോന്നിപ്പോകും. പലകുറി പല വമ്പന്മാരുടെയും തട്ടകത്തിൽ ചെന്ന് അവരുടെ കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ: റിയൽ മാഡ്രിഡ്, ദ കിങ്സ് ഓഫ് യൂറോപ്പ്. ഇന്നലെയും മെട്രോപൊളിറ്റനോയിൽ അതുതന്നെയാണ് സംഭവിച്ചത്. കളിയുടെ 27-ാം സെക്കൻഡിൽ ഗലേഗറിലൂടെ അഗ്രിഗേറ്റിൽ ഒപ്പമെത്തിയ അത്ലറ്റിക്കോ മാഡ്രിഡിന് കളിയുടെ അവസാനത്തിൽ റിയൽ മാഡ്രിഡിനോട് തോൽവി വഴങ്ങേണ്ടി വന്നു. റിയൽ വാസിസ് അത്ലറ്റിക്കോ മാച്ചുകൾ എന്നും ഒരു ത്രില്ലറാണെന്ന് നമുക്കറിയാം. ഇന്നും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഒരു പക്ക ത്രില്ലർ ഷോ ആയിരുന്നു നമ്മൾ മെട്രോപൊളിറ്റനോയിൽ ഇന്നലെ കണ്ടത്. കളിയുടെ 27-ാം സെക്കൻഡിൽ തന്നെ ബെർണാബുവിൽ വെച്ച് കിട്ടിയ ആ 2-1 എന്ന സ്കോറിൻ്റെ മറുപടിയായി അഗ്രിഗേറ്റിൽ 2-2 എന്ന സ്കോറിലേക്ക് എത്തിക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡിനായി. പിന്നെ കളി ഉടനീളം കണ്ടത് പൊസിഷൻ കീപ്പ് ചെയ്ത് ഗോൾ അടിക്കാൻ നോക്കുന്ന റിയലിനെയാണെങ്കിൽ കിട്ടുന്ന അവസരം കൗണ്ടർ അറ്റാക്കിലൂടെ സ്കോർ ചെയ്യാൻ നോക്കുന്ന അത്ലറ്റിക്കോയായിരുന്നു മറുഭാഗത്ത്. അങ്ങനെ കളിയുടെ 70-ാം മിനിറ്റിൽ ബെല്ലിംഗാമിൽ നിന്നും കിട്ടിയ ആ പാസ് തൻ്റെ വലത് കാലിലാക്കി കുതിക്കുന്ന എംബാപ്പ അത്ലറ്റിക്കോയുടെ ബോക്സിനുള്ളിലേക്ക് കട്ട് ചെയ്ത് കയറി. ആ സമയത്ത് അത്ലറ്റിക്കോയുടെ സെൻട്രൽ ബാക്ക് ലെങ്ലത്ത് എംബാപ്പയെ വലിച്ച് നിലത്തിടുകയായിരുന്നു. റഫറി പെനാൽറ്റി വിസിൽ മുഴക്കി. പെനാൽറ്റി എടുക്കാൻ പോകുന്ന വിനീഷ്യസ് ഭാഗ്യം ഇക്കുറി തങ്ങളുടെ കൂടെ ഇല്ലെന്ന് ഓരോ റയൽ ആരാധകരും ഓർത്തുപോയ നിമിഷം. വിനീഷ്യസിൻ്റെ ആ പെനാൽറ്റി ബോക്സിൻ്റെ ഇടതു ഭാഗത്തുകൂടി മുകളിലേക്ക് പോയി. അങ്ങനെ കളിയുടെ റെഗുലർ ടൈം അവിടെ അവസാനിച്ചു. ഇനി കളി എക്സ്ട്രാ ടൈമിലേക്ക്. അവിടെയും ഇരുവർക്കും കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. 120 മിനിറ്റോളം നീണ്ടു നിന്ന ആ കളി പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങി. അങ്ങനെ എംബാപ്പയും ബെല്ലിംഗാവും എല്ലാം അവരുടെ പെനാൽറ്റികൾ ലക്ഷ്യത്തിലെത്തിച്ചപ്പോൾ ജൂലിയൻ അൽവാരസിൻ്റെ പെനാൽറ്റി കളിയുടെ നിർണായക ഘട്ടത്തിൽ ഡബിൾ ടച്ചിനെ തുടർന്ന് റഫറി റദ്ദാക്കുന്നതാണ് കണ്ടത്. വാർ പരിശോധനയിൽ അൽവാരസിൻ്റെ ഇടങ്കാൽ ബോളിൽ തട്ടിയതായാണ് വാർ ചെക്കിൽ പറയുന്നത്. ഈ ഒരു വിഷയം നിങ്ങൾക്കായി വിട്ടു തന്നിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻ്റായി രേഖപ്പെടുത്തുക. അങ്ങനെ റിയൽ മാഡ്രിഡ് 4-2 എന്ന സ്കോർ ലൈനിൽ അത്ലറ്റിക്കോയെ UCLൽ നിന്നും പുറത്താക്കി. അടുത്ത റിയലിൻ്റെ എതിരാളികൾ ഇംഗ്ലീഷ് വമ്പന്മാരായ അർസണലാണ്. എന്തായാലും ആര് സെമിയിലേക്ക് കടക്കുമെന്നുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.